ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വർഷയും വസുന്ധരയും മുഖാന്തരം ശർമിളയും ശിവനന്ദയും കൂടി ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും മഞ്ഞുമല ഉരുകി തുടങ്ങിയിരിക്കുന്നു. ഇപ്പൊ ഇരുവർക്കും പരസ്പരം അമ്മ മകളെന്ന സ്നേഹവാത്സല്യങ്ങൾ രണ്ടുപേർക്കും ഒരുപോലെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ വിക്രമന്റെ പതനം അവരൊരു ചെറിയ പാർട്ടിയായിട്ടൊക്കെ ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. ആഘോഷത്തിന്റെ ഭാഗമായി ധനപാലനാണെങ്കിൽ ഒരു തീർത്ഥാടന യാത്ര തന്നെ അങ്ങ് നടത്തുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ വർഷ ജോലിക്ക് പോകാൻ ഇറങ്ങുന്ന സമയത്ത് വിവേക് ചെന്നിട്ട് പറയുന്നുണ്ട്, ഞാനും കൂടി ഇന്ന് തൻ്റെ കൂടെ ടൗണിലോട്ട് വരുന്നുണ്ട്, അതിന് തൻ്റെ കാറിൽ പോയാൽ പോരെയെന്ന് വർഷ ചോദിക്കുന്ന സമയത്ത് വിവേക് പറയുന്നുണ്ട്, എൻ്റെ കാറ് കേടായിരിക്കും, അതുകൊണ്ട് ഞാൻ തൻ്റെ കൂടെ വരാമെന്ന് പറയുമ്പോൾ വർഷ പറയുന്നുണ്ട്, അതിന് താൻ പുറത്തോട്ട് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ തനിക്ക് ഓട്ടോ കിട്ടത്തില്ലേ, ഓട്ടോയിൽ പോയാൽ പോരെയെന്ന് ചോദിക്കുമ്പം വിവേക് പറയുന്നുണ്ട്, ഓട്ടോയിൽ പോയാൽ കട്ടറിലൊക്കെ വീണ് എൻ്റെ നടു ഒടിയുമെന്ന് പറയുമ്പം അന്നേരം വർഷം പറയുന്നുണ്ട്, എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാലും അതുപോലെ കട്ടറിലൊക്കെ വീണ് നടു ഒടിയുമെന്ന് പറയുമ്പോൾ വിവേക് പറയുന്നുണ്ട്, അതെനിക്കൊരു കുഴപ്പവുമില്ല, അത് സാരമില്ലടോ എന്ന് പറയുമ്പം വർഷം പറയുന്നുണ്ട്, അതിന് താൻ എൻ്റെ സ്കൂട്ടിയിൽ വരാൻ തനിക്ക് ഹെൽമെറ്റ് ഉണ്ടോ, എനിക്കൊരു ഹെൽമെറ്റേ ഉള്ളൂ, അത് എനിക്ക് തരാൻ സാധിക്കില്ലെന്ന് വർഷ പറയുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പോലീസ് പിടിക്കുമെന്ന് പറയുമ്പോൾ വിവേക് പറയുന്നുണ്ട്, അങ്ങനെ പിടിക്കുന്നെങ്കിൽ പിടിക്കട്ടെ, എനിക്ക് കുഴപ്പമില്ലടോ എന്നും പറഞ്ഞുകൊണ്ട് വിവേക് സ്കൂട്ടി കയറി ഇരിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ വർഷ വിവേകിനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വിവേക് പോകില്ലെന്ന് മനസ്സിലായ വർഷ വിവേകിനെ കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ഇരുവരും സ്കൂട്ടി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിവേക് പറയുന്നുണ്ട്, നമുക്ക് അടുത്തുള്ള ഏതെങ്കിലും ഒരു ഐസ്ക്രീം പാർലറിൽ കയറണം, എന്നിട്ട് നമുക്ക് ഭാവി കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ വർഷ പറയുന്നുണ്ട്, അതിന് താൻ ഐസ്ക്രീം പാർലറിലോ എവിടോ പോയി എന്നെ അതിന് കിട്ടത്തില്ലെന്ന് വർഷ പറയുന്നുണ്ട്. എന്നാ പിന്നെ ഭാവിയിൽ നമ്മുടെ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പം താൻ തന്നെ എന്നോട് പറയും അവിടെയൊക്കെ പോകണമെന്ന്, അന്നേരം ഞാൻ കൊണ്ടുപോകില്ല, അതുകൊണ്ട് ഈ സമയം ഓർത്ത് താൻ അന്നേരം ദുഃഖിക്കേണ്ടി വരുമെന്ന് പറയുമ്പം വർഷ പറയുന്നുണ്ട്, അത് കുഴപ്പമില്ലെന്നും പറഞ്ഞുകൊണ്ട് വർഷ ഒരുമാതിരി വിവേകിനെ കളിയാക്കിക്കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്കാണെങ്കിൽ സൂക്ഷം പോലെ പോലീസ് ചെക്കിംഗ് ഉണ്ടായിരുന്നു. ഹെൽമെറ്റ് ഇല്ലാത്തതിനെ തുടർന്ന് വിവേകിനെ അവിടെ പിടിച്ചു നിർത്തുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് പോലീസുകാരൻ പറയുകയും ചെയ്യുന്നുണ്ട്, പിന്നിലിരിക്കുന്ന ആൾക്കും ഹെൽമെറ്റ് വേണമെന്ന കാര്യം അറിഞ്ഞൂടെ, താൻ എന്താ ഹെൽമെറ്റ് വെക്കാതെ വന്നേന്ന് നോക്കുമ്പോൾ വർഷ പറയുന്നുണ്ട്, എനിക്ക് ഇയാളെ അറിയ പോലും ഇല്ല, വഴിയിൽ നിന്ന് ഒരു ലിഫ്റ്റ് ചോദിച്ച് കയറിയതാ, എനിക്ക് ഇയാളെ അറിയില്ലെന്ന് പറയുമ്പം വിവേക് പറയുന്നുണ്ട്, അമ്പടി കളി അങ്ങനെയൊന്നും പറയല്ലേ, ഞങ്ങൾ നല്ല അടുപ്പത്തിലാന്നൊക്കെ വിവേക് പറയുന്നുണ്ടെങ്കിലും വർഷ എനിക്ക് ഇയാളെ അറിയേ പോലും ഇല്ലെന്ന് പറയുന്ന കാരണം പോലീസുകാരെ വിവേകിനെ അവിടെ പിടിച്ചു നിർത്തുന്നുണ്ട്. അങ്ങനെ വർഷയാണെങ്കിൽ അങ്ങ് ജോലിക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. വിവേക് അന്നേരം പോലീസിനോട് പറയുന്നുണ്ട്, എനിക്ക് പോലീസിൽ ഉയർന്ന റാങ്കിലുള്ള ഒരുപാട് പേരെയൊക്കെ അറിയാമെന്ന് പറയുമ്പം പോലീസുകാരന് പെട്ടെന്ന് ദേഷ്യം കയറി വന്നിട്ട് പറയുന്നുണ്ട്, എന്നാൽ താൻ അവിടെ നീക്കി തൻ്റെ കാര്യം ഇച്ചിരി കഴിഞ്ഞിട്ടേ തീർപ്പാക്കുന്നോളെന്നും പറഞ്ഞുകൊണ്ട് അവിടെ മാറ്റി നിർത്തുകയും ചെയ്യുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ വർഷ ഒരു വീട്ടിൽ ഫുഡ് കൊണ്ടു കൊടുക്കാൻ പോകുന്നുണ്ട്. ഡോറ് തട്ടിയപ്പം കാണാൻ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഫുഡ് പെട്ടെന്ന് മേടിച്ചിട്ട് ഡോർ അടയ്ക്കുന്നുണ്ട്. ഇതെന്താ പറ്റിയെന്നും പറഞ്ഞുകൊണ്ട് വർഷ ചിന്തിച്ച് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ജനലിൻ്റെ അവിടെ നിന്ന് ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ചെന്ന് നോക്കുമ്പോൾ ഒരു പെൺകുട്ടി അവിടെ നിന്ന് കരയുന്നുണ്ട്. അന്നേരം വർഷ ചോദിക്കുന്നുണ്ട്, ഇവരൊക്കെ ആരാ, എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പം ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഞാൻ ഇന്നലെ വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കി ഇറങ്ങിയതാ, അന്നേരം എന്നെ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞ് ഇവരെന്നെ പിടിച്ചുകൊണ്ട് വന്നതാ, മുഖത്ത് സ്പ്രേ അടിച്ച് മയക്കിക്കൊണ്ട് വന്ന് കൂടെ കുറേ പെൺകുട്ടികളുണ്ടായിരുന്നു, എനിക്ക് ഇവരാരാന്നറിയില്ല, എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണമെന്ന് പറയുന്ന സമയത്ത് ആരാ അവിടെ നിന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഗുണ്ടയിൽ ഒരാൾ വരുന്നുണ്ട്. പെട്ടെന്ന് വർഷ അവിടെ മാറി നിൽക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ജനൽ തുറന്നു കിടക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് സംശയം ഉണ്ടാകുന്നുണ്ട്, ഫുഡ് കൊണ്ടുവന്ന പെൺകുട്ടി ഇവിടെ എങ്ങാണ്ട് ഉണ്ടെന്നാ തോന്നേ, എവിടാണെന്ന് നോക്കണം, അങ്ങനെ അവളെ കിട്ടുവാണെങ്കിൽ അവളെ ശരിയാക്കുമെന്നും പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങി വരുന്ന സമയത്ത് പെട്ടെന്ന് വർഷ പോയി ചെടിയുടെ മറവിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ അവരെ കണ്ണിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നുണ്ട്. അങ്ങനെ അവരകത്ത് കയറി പോകുന്ന സമയത്ത് പിന്നീട് വർഷ ചെന്ന് ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് എങ്ങനെയെങ്കിലും ഈ കാര്യം അഞ്ജുവിനെ വിളിച്ചറിയിക്കുന്നുണ്ട്. അന്നേരം അഞ്ജു പറയുന്നുണ്ട്, ഞാനും താനും മാത്രം ഉണ്ടെങ്കിൽ അങ്ങനെയൊന്നും ഉള്ള സ്ഥലങ്ങളിൽ ചെന്ന് കയറാൻ പറ്റില്ല. അന്നേരം വർഷ പറയുന്നുണ്ട്, എന്നാൽ പിന്നെ രാഹുലേട്ടനെയും കൂടെ വിളിക്കാൻ പറയുമ്പം അഞ്ജു പറയുന്നുണ്ട്, രാഹുലിനെ കുറേ ദിവസം കൊണ്ട് വിളിച്ചിട്ട് പോലും ഫോൺ കിട്ടുന്നില്ല, അത് നടക്കില്ല, താൻ എന്തായാലും പെട്ടെന്ന് അഭിരാമിയെയും ശിവനന്ദയും കാര്യം വിളിച്ചറിയിക്കാൻ പറയുന്നുണ്ട്. അന്നേരം അഭിരാമിയെ വിളിച്ച് ലോ പോയിൻ്റൊക്കെ തിരക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ശിവനന്ദയും വിളിച്ച് കാര്യം പറയുമ്പം അവർ പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും പെട്ടെന്ന് വിവേകിനെയും കൂടി കാര്യം അറിയിക്കുക, വിവേകം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പ്ലാൻ ചെയ്യുന്നത് പോലെ കാര്യങ്ങൾ എളുപ്പത്തിൽ നടത്താമെന്ന് പറയുമ്പം വർഷ പറയുന്നുണ്ട്, വിവേകിനെ അറിയിക്കുകയൊന്നും വേണ്ടെന്ന് പറയുന്നുണ്ട്. തനിക്കെന്താ വിവേകിനെ വിളിച്ചാൽ ഇത്ര കുറ്റം, വിവേകം കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു മാത്രമല്ല ആണുങ്ങളും കൂടെ ഉണ്ടെങ്കിലേ അവിടെ ചെല്ലാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ഞാൻ എന്തായാലും വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് എങ്ങനായാലും ഇടപെടാൻ പറ്റില്ല, വിവേകം കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു സഹായം കാണുമല്ലെന്നൊക്കെ എല്ലാവരും പറയുന്ന കേട്ടിട്ട് ഫോൺ കട്ട് ചെയ്യുന്ന വർഷയാണെങ്കിൽ ചിന്തിക്കുന്നുണ്ട്, ഞാൻ അയാളെ പോലീസിൽ കുടുക്കി നിർത്തിയേക്കുവാണെന്ന് എങ്ങനെ ഇവരോട് പറയും, എന്തായാലും അയാളെ വിളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് വിവേകിനെ വിളിക്കുമ്പോൾ വിവേക് വിചാരിക്കുന്നത് പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചതിന് സോറി പറയാൻ വേണ്ടി വർഷ വിളിക്കുവാന്ന് വിചാരിച്ച് വിവേക് പറയുന്നുണ്ട്,
പെട്ടെന്ന് സോറി പറഞ്ഞോളൂ, താൻ സോറി പറയാനല്ലേ വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം വർഷ പറയുന്നുണ്ട്, ഞാനെന്തിനാ തന്നോട് സോറി പറയുന്നത്, എനിക്ക് ഇതുപോലൊരു കാര്യമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അന്നേരം വിവേക് പറയുന്നുണ്ട്, താൻ ടെൻഷൻ അടിക്കണ്ട, ഞാനിപ്പം തന്നെ അവിടെ എത്താൻ, താൻ എന്തായാലും ലൊക്കേഷൻ അയക്ക്, ഞാൻ സഹായിക്കാമെന്നൊക്കെ വിവേക് പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ വസുന്ധരയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുമ്പോൾ വസുന്ധരയും പറയുന്നുണ്ട്, ഈ കാര്യങ്ങളെല്ലാം പോലീസിനെ വിളിച്ച് അറിയിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ അങ്ങോട്ട് പോകാവൂ എന്ന് വസുന്ധര ഉപദേശിക്കുന്നുണ്ട്. വിവേക് ചോരതിളപ്പിന് എന്തെങ്കിലുമൊക്കെ പറയും, എന്നാലും നിങ്ങൾ പോലീസിനെ അറിയിക്കാതെ അങ്ങോട്ട് പോകരുതെന്ന് വസുന്ധര പറയുന്നുണ്ട്. അന്നേരം വിവേക് പറയുന്നുണ്ട്, അമ്മ ഒട്ടും ടെൻഷൻ അടിക്കണ്ട, ഞാൻ വർഷയെ സൂക്ഷിച്ചോളാം എന്ന് പറയുമ്പം വർഷയോ എന്ന് അമ്മ ചോദിക്കുന്നുണ്ട്. അന്നേരം വിവേക് പറയുന്നുണ്ട്, ഞാൻ എല്ലാവരെയും സൂക്ഷിച്ചോളാം എന്നാണ് ഉദ്ദേശിച്ചതെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് വസുന്ധര പറയുന്നുണ്ട്, 5 പെൺകുട്ടികളെയും സുരക്ഷിതമായി നീ എങ്ങനെയെങ്കിലും നോക്കിക്കോണമെന്ന് വിവേകിനോട് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വിവേകും വർഷയും ശിവനന്ദയും അഭിരാമിയും അഞ്ജും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താനായിട്ട് പോകുന്നുണ്ട്. അതിനു മുമ്പേ NGK മീഡിയയിൽ ശിവനന്ദ ഒരു ലൈവ് വീഡിയോ ഒക്കെ ചെയ്തുകൊണ്ടാണ് കയറി പോകുന്നത്. അങ്ങനെ ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തുമോ ഇല്ലയോ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ.